കഴിഞ്ഞ ദിവസം എച്ചിൻ്റെ പ്രാക്ടീസിന് പോയപ്പോഴാണ് നമ്മുടെ ഇവിടെയൊക്കെ മീൻ കൊണ്ടുവരുന്ന അസ്കറൊക്കെ പറഞ്ഞത് വ്ളോഗിനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമുണ്ട്, ഓടി വരാം. അങ്ങനെ ഞാനും അമ്മയും ഓടിക്കൊതച്ചെത്തിയപ്പോഴാണ് ദാ നല്ല അടിപൊളി ഫിലോപ്പി മീൻ. കഴിഞ്ഞ ദിവസം ഞാനിത് കരിമീൻ എന്നും പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഫിലോപ്പി ആയിരുന്നു, സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഒരു അബദ്ധമൊക്കെ ആർക്കാ പറ്റാത്തതല്ലേ. എന്തായാലും നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചിടാം. കട്ട് ചെയ്ത മീനിന് ഉപ്പിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ഇനി അതിലേക്കുള്ള മസാലകളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ചെറിയ നാരങ്ങ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഫേഷ്യൽ മാതിരി ഇങ്ങനെ തിരുമ്മി 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 നല്ല സുന്ദര കുട്ടപ്പനാക്കി വെക്കണം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഓരോരോ മീനുകളെ പറക്കിയെടുത്ത് അതിനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനിടയ്ക്ക് പോയി ഇല മുറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഇലയിലാണ് നമ്മുടെ ആ സുന്ദരന്മാരെ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് കുക്കാകുമ്പോഴേക്കും ഒരു സവാള കട്ട് ചെയ്തത് അതും ഇട്ട്, അതും കുക്കായിട്ട് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് അതിനെയും ഇട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ നമ്മുടെ കുടംപുളി ഇല്ലേ, അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം ഒരു 2-3 സ്പൂൺ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ പഴയ മസാല തന്നെ ഒന്നുകൂടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു തേങ്ങേൻ്റെ ഫുൾ പാലാണ്. അത് കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇതിനിടയ്ക്ക് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്തോണേ. പിന്നെ നമ്മളിത് ആദ്യം വാട്ടി വെച്ചിരുന്ന ഇലയില്ലേ, അതിൽ ഫൗണ്ടേഷൻ പോലെ ഈ മസാല തേച്ച് അതിൻ്റെ മുകളിൽ ഈ ഒരു മീനിനെ കിടത്തി വീണ്ടും മസാല തേച്ച് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡംബരത്തിന് വേണ്ടിയിട്ട് 2 ടൊമാറ്റോൻ്റെ സ്ലൈസ്, ഒരു മുളകൊക്കെ വെച്ചിട്ട് ഇത് നല്ലപോലെ ചുറ്റിക്കെട്ടണം. എനിക്ക് ആക്ച്വലി ഈ കുക്കിംഗ് വീഡിയോസിന് വോയിസ് കൊടുക്കാൻ അറിയത്തില്ല കേട്ടോ. അപ്പോൾ എനിക്കറിയാമെന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ആ ചുറ്റിക്കെട്ടിയതിനെ നമ്മളിതാ ഇതുപോലെ ഒരു ദോശ തവയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇത് തുറക്കുമ്പോൾ എൻ്റെ സാറേ ഒരു അടാറ് മണം വരും. പൊളിയായിട്ടാണ്. ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.